നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് മാസം 30-ാം തീയതി മുതൽ ഏപ്രിൽ 5 വരെയുള്ള ഒരു വാരകാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 മീനമാസം 16-ാം തീയതി മുതൽ മീനമാസം 22-ാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ. ഇവിടെ നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ ഗ്രഹസ്ഥിതി ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ശുക്രനാണ്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ മകൻ നക്ഷത്രത്തിലാണ് നാം വാരഫലം ഇവിടെ പ്രവചിക്കുന്നത്. അതിനാൽ ചിങ്ങത്തിൽ ചന്ദ്രനും കേതുവും, കുംഭത്തിൽ ചൊവ്വയും ബുധനും രാഹുവും, മീനത്തിൽ ആദിത്യനും ശനിയും. ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ രാശിയിൽ ഗ്രഹങ്ങളില്ല. 5-ാം ഭാവത്തിൽ ചൊവ്വ, ബുധൻ, കേതു, 6-ാം ഭാവത്തിൽ സൂര്യൻ, ശനി, 7-ാം ഭാവത്തിൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ വ്യാഴം, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു. ഇവിടെ കർമ്മമേഖലയിലൊക്കെ വളരെ അനുകൂലമായ സ്ഥിതിയാണ്. പലപ്പോഴും യാത്ര തരപ്പെടും, പുതിയ ജോലി തരപ്പെടും. യാത്രയിലൂടെ അനുകൂലമായിട്ട് ഒരു ജോലി കിട്ടാൻ വളരെ പ്രാമുഖ്യം കാണുന്നു. പലപ്പോഴും വിവാഹ തീരുമാനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. വിവാഹ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഫിക്സേഷൻ, മാരേജ് ഫിക്സേഷൻ, ഇതൊക്കെ നടക്കുന്ന സമയമാണ്. ഇവിടെ 7-ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ പ്രിയ കലഹ ഹസ്തഗതേ സുരതയും സുഖം, താൻ സുരതത്തിൽ ഈപ്സുവാകും. സ്ത്രീ വിഷയത്തിലൊക്കെ തനിക്ക് ഭയങ്കര താല്പര്യം വരും. പ്രിയ കലഹ, തൻ്റെ പ്രിയമായിട്ട് കലഹിക്കും. അതിനാൽ പലപ്പോഴും ചില പ്രണയങ്ങളൊക്കെ വരിക, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവുക. ഇവിടെ യുവാക്കൾക്ക് പ്രണയിക്കാൻ നല്ല സമയമാണ്. തുലാം രാശി 12 രാശികളിൽ വാണിജ്യ കർമ്മത്തിന് അനുകൂലമാണ്. വാണിജ്യകർമ്മണ്യ അതിനൈപുണത്വം, കച്ചവടത്തിൽ ഏറ്റവും നൈപുണ്യം, സാമർഥ്യം പറഞ്ഞ രാശിയാണ് തുലാം രാശി. പലപ്പോഴും കച്ചവട കണ്ണുള്ളവർ എന്ന രീതിയിൽ ഈ വാരത്തിൽ തുലാം രാശിക്കാർക്ക് കാശുണ്ടാക്കാം. അത് ഷെയർ മാർക്കറ്റായാലും ട്രേഡിംഗ് ആയാലും യാത്രയിലൂടെ കിട്ടുന്ന ധനലാഭമായാലും ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു വാരത്തിൽ. ആര് നൽകുക? ലഗ്നാധിപനായ ശുക്രൻ സമ്മാനിക്കുക. അതുമാത്രമല്ല 9-ാം ഭാവത്തിൽ വ്യാഴമാണ്. ഭൂമി നിർമ്മാണങ്ങൾ, ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, പുത്തൻ ഭൂമി വാങ്ങുക, ഭൂമി സമ്പാദനം, ഇതിനൊക്കെ തന്നെ വളരെ അനുകൂലമായ ഒരു രാശിയാണ് തുലാം രാശി ഈ ഒരു വാരം എന്നറിയുക. ഇവിടെ 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട്. വാഹന വിഷയങ്ങൾ ശ്രദ്ധിക്കണം. നാൽക്കാലികളെ കൊണ്ട് കളിക്കുന്നവർക്ക്, ഡയറി ഫാം നടത്തുന്നവർക്ക് അപകടങ്ങൾ നാൽക്കാലികളെ കൊണ്ട് ഉണ്ടാകുന്ന വാരമാണെന്ന് കൂടി അറിയുക. മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കർമ്മം വളരെ അനുകൂലമായി വരും. ഇവിടെ ശത്രുദോഷമൊക്കെ മാറാൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനെ ശിവക്ഷേത്രത്തിൽ കൂളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുക. ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവർ ശ്രദ്ധിക്കണം. നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടും അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവർ ശ്രദ്ധിക്കണം. ഹൃദ്രോഗികളും ജാഗ്രത പാലിക്കുക. നന്ദി, നമസ്തേ.